അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിനവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, ഇന്ന് വലിയ നോമ്പിൽ 5-ാം ദിനം. യേശുക്രിസ്തു ദിവ്യമായ യന്ത്രപ്പണിക്കാരൻ. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഒരു യുവാവ് ഒരു മോഡൽ ടി ഫോർഡ് കാർ വാങ്ങി. തൻ്റെ പുതിയ കാർ ഓടിച്ച് അദ്ദേഹം പുറത്തേക്ക് പോയി. അല്പദൂരം മുന്നോട്ട് പോയപ്പോൾ കാറിൻ്റെ എൻജിൻ തകരാറിലായി. അത് ശരിയാക്കാൻ അവൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ ഒന്നും വിജയിച്ചില്ല. തൻ്റെ പണം ഉപയോഗശൂന്യമായ ഒരു കാറിനു വേണ്ടി ചിലവഴിച്ചുവല്ലോ എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടു നിൽക്കുമ്പോൾ മറ്റൊരു മോഡൽ ടി ഫോർഡ് കാർ തൻ്റെ അടുക്കൽ വന്നു നിന്നു. അതിൽ നിന്നും പ്രായമായ ഒരാൾ പുറത്തിറങ്ങി. കേടായ കാർ സ്വയം നന്നാക്കാൻ ശ്രമിച്ച് ക്ഷീണിച്ച് വിഷണ്ണനായി നിൽക്കുന്ന ആ ചെറുപ്പക്കാരനോട് ആ മനുഷ്യൻ സഹായ വാഗ്ദാനം നൽകി. ഞാൻ ഇതൊന്ന് ശരിയാക്കാമോ എന്ന് നോക്കട്ടെ എന്ന് ചോദിച്ചു. ഒട്ടും പ്രതീക്ഷയില്ലെങ്കിലും ആ മനുഷ്യന്റെ ആവശ്യം ആ ചെറുപ്പക്കാരൻ അനുവദിച്ചു. ആ പ്രായമായ മനുഷ്യൻ കാറിന്റെ അടിയിലേക്ക് കയറി എന്തോ ചെയ്തു. എന്നിട്ട് കാർ സ്റ്റാർട്ട് ചെയ്യാൻ യുവാവിനോട് പറഞ്ഞു. അവനെ അമ്പരപ്പിച്ചുകൊണ്ട് കാർ സ്റ്റാർട്ടായി. കാറിനടിയിൽ നിന്നും എഴുന്നേറ്റ് പൊടി തട്ടി തൻ്റെ കാറിനരികിലേക്ക് നടന്ന ആ പ്രായമായ മനുഷ്യനോട് യുവാവ് പറഞ്ഞു, ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? പുഞ്ചിരിയോടെ ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ പേര് ഹെൻറി ഫോർഡ്. ഞാനാണ് നിങ്ങളുടെ ഈ കാർ നിർമ്മിച്ചത്. പ്രവർത്തനരഹിതമായി പോയ ആ കാറിനെ പോലെ നമ്മളും പലപ്പോഴും പരാജയത്തിൻ്റെയും നിരാശയുടെയും പാപത്തിൻ്റെയും നിമിഷങ്ങളെ അഭിമുഖീകരിക്കാറില്ലേ? നമ്മുടെ പരാജയങ്ങൾക്കൊക്കെ താൽക്കാലിക പരിഹാരങ്ങൾ കാണാൻ നാം ശ്രമിക്കാറില്ലേ? അതിനായി നമ്മുടെ സ്വന്തം ശക്തിയിലും ലോകത്തിൻ്റെ ഉപദേശങ്ങളിലുമൊക്കെ നമ്മൾ ആശ്രയിക്കാറില്ലേ? എന്നാൽ യഥാർത്ഥമായ പരിഹാരവും പുനഃസ്ഥാപനവും നമ്മെ സൃഷ്ടിച്ചവനിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. യോഹന്നാൻ 1:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ദൈവം നമ്മുടെ സൃഷ്ടിതാവ് മാത്രമല്ല, അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ കൂടിയാണ്. നാം പാപത്തിൽ വീഴുമ്പോൾ, നമ്മുടെ വിശ്വാസം ദുർബലമാകുമ്പോൾ, ജീവിതം നമ്മെ തകർക്കുമ്പോൾ, നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാനും പുനഃസൃഷ്ടി ചെയ്യാനും അവന് മാത്രമേ ശക്തിയുള്ളൂ. അവൻ ഒരിക്കലും നമ്മെ തള്ളിക്കളയുന്നില്ല. അവൻ നമ്മെ നന്നാക്കുന്നു, പുതുക്കുന്നു, നമുക്ക് ഉദ്ദേശ്യവും ലക്ഷ്യവും നൽകുന്നു. ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമത്തവനും ഒടുക്കത്തവനും, ആദിയും അന്തവും ആകുന്നു. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 13-ാം വാക്യം. അതെ, നമ്മെ സൃഷ്ടിച്ചവനേക്കാൾ നന്നായി ആർക്കാണ് നമ്മെ അറിയാവുന്നത്? ഈ നോമ്പുകാലത്ത് നമ്മുടെ ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും മാത്രം നമ്മെ ശരിയാക്കാനും നേരെയാക്കാനുമുള്ള പരിശ്രമത്തിൽ നിന്നും നമുക്ക് പിന്തിരിയാം. നമ്മുടെ സൃഷ്ടിതാവായ യേശു കർത്താവിന് മാത്രമേ
നമ്മെ വീണ്ടെടുക്കാനും നന്നാക്കാനും സുഖപ്പെടുത്താനും കഴിയൂ എന്ന ബോധ്യത്തോടെ നമുക്ക് തകർച്ചകളെയും കേടുപാടുകളെയും അനുതാപത്തോടും വിശ്വാസത്തോടും അവനിലേക്ക് കൊണ്ടുവരാം. നമ്മെ സൃഷ്ടിച്ചവൻ തന്നെയാണ് നമ്മെ രക്ഷിക്കാനും കഴിവുള്ളവൻ. നമ്മെ സൃഷ്ടിച്ചവൻ തന്നെയാണ് നമ്മെ രക്ഷിക്കാനും കഴിവുള്ളവൻ. നമ്മെ സൃഷ്ടിച്ചവനേക്കാൾ നന്നായി ആർക്കാണ് നമ്മെ അറിയാവുന്നത്? എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വന്തം ഈപ്പനച്ചൻ.